നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ചില അബദ്ധങ്ങൾ നിങ്ങളുടെ നോമ്പിനെ മുറിച്ചു കളയുകയോ അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുകയോ ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാമോ? റമദാനിലെ പകൽ സമയത്ത് വായ, മൂക്ക്, ചെവി തുടങ്ങിയ തുറക്കപ്പെട്ട അവയവങ്ങളിലൂടെ എന്തെങ്കിലും ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ വുളു എടുക്കുന്ന സമയത്ത് വായിലും മൂക്കിലും അമിതമായി വെള്ളം കയറ്റരുത്. കാരണം അബദ്ധത്തിൽ വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങിയാൽ നമ്മുടെ നോമ്പ് നഷ്ടപ്പെടും. അള്ളാഹു കാക്കട്ടെ. മനഃപൂർവ്വം ഛർദ്ദിക്കുന്നതും അതുപോലെ പുക വലിക്കുന്നതുമൊക്കെ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളാണ്. അതിനാൽ ഇതൊക്കെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. ഇനി നോമ്പ് മുറിക്കില്ലെങ്കിലും നോമ്പിൻ്റെ പ്രതിഫലം കുറച്ചു കളയുന്ന ചില കാര്യങ്ങളുണ്ട്. പകൽ സമയത്ത് സുഗന്ധം ഉപയോഗിക്കുന്നതും അനാവശ്യമായി വായ കഴുകുന്നതുമൊക്കെ നോമ്പിൻ്റെ കൂലി കുറയ്ക്കും. അതുപോലെ നോമ്പ് തുറക്കാൻ സമയമായാൽ ഒട്ടും വൈകിപ്പിക്കാതെ വേഗം തന്നെ തുറക്കാൻ എൻ്റെ ഉമ്മമാരും ഉപ്പമാരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ചെറിയ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചാൽ അള്ളാഹു നമ്മുടെ നോമ്പ് പൂർണ്ണമായി സ്വീകരിക്കും. നോമ്പ് മുറിയാൻ കാരണമാകുന്ന നിങ്ങൾക്കറിയാവുന്ന വേറെ ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് താഴെ കമൻ്റ് ചെയ്യൂ.